CBSE 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. യു ഹാവ് ടു സൊല്യൂഷൻസ് എ ആൻഡ് ബി. ദ pH ഓഫ് സൊല്യൂഷൻ എ ഈസ് 6 ആൻഡ് pH ഓഫ് സൊല്യൂഷൻ ബി ഈസ് 8. വിച്ച് സൊല്യൂഷൻ ഹാസ് മോർ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ? വിച്ച് ഓഫ് ദിസ് ഈസ് അസിഡിക് ആൻഡ് വിച്ച് വൺ ഈസ് ബേസിക്? ഏതാണ് ബേസിക്, ഏതാണ് അസിഡിക് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ pH സ്കെയിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ pH സ്കെയിലിൽ 7ന് മുകളിലേക്കുള്ളത് 7ന് താഴേക്കുള്ളത് അത് അറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആണ്. ടു സൊല്യൂഷൻസ് എ ആൻഡ് ബി. pH ഓഫ് സൊല്യൂഷൻ എ ഈസ് 6. അപ്പോൾ നമുക്കറിയാം 6 എന്ന് പറയുമ്പോൾ 7ൽ കുറവാണ്, അപ്പോൾ അത് അസിഡിക് ആയിരിക്കും. അതുപോലെ തന്നെ pH ഓഫ് സൊല്യൂഷൻ ബി ഈസ് 8. 8 എന്ന് പറഞ്ഞാൽ 7ൽ കൂടുതലാണ്. ഇപ്പോൾ pH സ്കെയിൽ എന്താണെന്ന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുണ്ട് വിച്ച് സൊല്യൂഷൻ ഹാസ് മോർ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. അപ്പോൾ ആസിഡിലാണോ ബേസിലാണോ കൂടുതൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്നുള്ളത് നമുക്കറിയാം. വിച്ച് ഓഫ് ദീസ് ഈസ് അസിഡിക് ആൻഡ് വിച്ച് വൺ ഈസ് ബേസിക്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് pH സ്കെയിൽ എന്താണെന്ന് ആ ടെക്സ്റ്റിന്റെ ആ ഒരു ഭാഗമെങ്കിലും വായിച്ചിട്ടുള്ള ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എ pH വാല്യൂ ഓഫ് ലെസ് ദാൻ 7 ഇൻഡിക്കേറ്റ്സ് ആൻ അസിഡിക് സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. While greater than 7 indicates a basic solution. Thus, the solution with the pH 6 is acidic and has more hydrogen ion concentration. Acidic ആകുമ്പോൾ hydrogen ion concentration കൂടുതലായിരിക്കും. A pH value less than 7 indicate an acidic solution while greater than 7 indicate basic solution. ഓർത്തിരിക്കേണ്ട കാര്യം pH value ഒന്നുകൂടി പറയുന്നു. A pH value of less than 7 indicates an acidic solution while greater than 7 indicate a basic solution. Thus, the solution with the pH equal to 6 is acidic and has more hydrogen. Is acidic and has more hydrogen ion concentration than the solution of pH equal to 8, which is basic. pH 7നേക്കാളും കൂടുതലാണെങ്കിൽ അത് ബേസിക് ആയിരിക്കും. What effect does the concentration of H plus ions have on the nature of the solution? What effect does the concentration of H plus ions have on the nature of the solution? അപ്പോൾ ഇത് H plus അയണിന്റെ കോൺസെൻട്രേഷൻ അക്വസ് സൊല്യൂഷനിലാണ്. അക്വസ് സൊല്യൂഷനിൽ H plus അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അവിടെ അതിന്റെ ആ സൊല്യൂഷന്റെ നേച്ചർ എന്തായിരിക്കും? Concentration of H plus can have a varied effect on the nature of the solution. അതിലൊരു ഇഫക്റ്റ് ഉണ്ടാവും, അതെന്താണ്? With an increase in H plus ion concentration, the solution becomes more acidic, while a decrease of H plus ion causes an increase in the basicity of the solution. അപ്പോൾ ഒരു സൊല്യൂഷനിലെ അക്വസ് സൊല്യൂഷനിലെ H plus അയോണിന്റെ കോൺസെൻട്രേഷൻ അതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? അപ്പൊ H പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടിയും കുറഞ്ഞും ആണ് ഇരിക്കുന്നതെങ്കിൽ അത് എന്തായിരിക്കും അതിന്റെ പ്രത്യേകത എന്നാണ് ക്വസ്റ്റിന്റെ അർത്ഥം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയോൺ ക്യാൻ ഹാവ് എ വേരിഡ് എഫക്ട് ഓൺ ദ നേച്ചർ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ നേച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. എങ്ങനെയായിരിക്കും ആ മാറ്റം? ഇൻക്രീസ് ഇൻ H പ്ലസ് അയൺ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ബിക്കം മോർ അസിഡിക്. H പ്ലസ് അയൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അതിന്റെ ആസിഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, അസിഡിക്, അത് മോർ അസിഡിക് ആവുന്നു. വൈൽ ഡിഗ്രീസ് ഓഫ് H പ്ലസ് അയോൺ കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ബേസിസിറ്റി. അപ്പോൾ ആസിഡിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, ബേസിസിറ്റി. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം H പ്ലസ് അയോൺ കൂടുമ്പോഴാണ് ആസിഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത്. H പ്ലസ് അയോൺസ് കുറഞ്ഞാൽ ആസിഡിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്, അപ്പോൾ എന്താ ബേസിസിറ്റി കൂടുകയാണ്. ഡു ബേസിക് സൊല്യൂഷൻസ് also have H plus ions? Basic solution H plus ions ഉണ്ടോ? If yes, then why are these basic? Basic solutionൽ H plus ions ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് ബേസ് ആവുന്നത്? H plus ions ഉള്ളത് നമ്മൾ ആസിഡ് ആണെന്നാണ് പഠിച്ചിരിക്കുന്നത്. ബേസിക് സൊല്യൂഷനിലും H plus ions ഉണ്ട്. പക്ഷേ ഇത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് എന്തടിസ്ഥാനത്തിലായിരിക്കും? അതിൽ കൂടുതൽ ഏതാണ്? H പ്ലസ് അയോൺസിന്റെ പ്രസൻസ് ഉണ്ടായി എന്നുകൊണ്ട് കാര്യമില്ല. അതിനേക്കാളും കൂടുതൽ ബേസിന്റെ പ്രസൻസ് ആണ് ഉള്ളതെങ്കിൽ ആൻസർ കാണിക്കാം.
യെസ് നമ്മൾ പറഞ്ഞു, യെസ് ആണെന്ന് പറഞ്ഞു. ബേസിക് സൊല്യൂഷൻ ഓൾസോ ഹാസ് H+ അയോൺസ്. പക്ഷേ their concentration is less as compared to the concentration of OH- ions that make the solution basic. H+ അയോൺസിന്റെ പ്രസൻസ് ഉണ്ട്, പക്ഷേ അതിൽ കൂടുതലുള്ളത് OH- അയോൺ ആണെങ്കിൽ ആ സൊല്യൂഷനെ ബേസിക് ആക്കും. അതായത് ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടി എന്നതുകൊണ്ട് അയാൾ ജയിക്കണമെന്നില്ല. അയാളെക്കാൾ കൂടുതൽ വോട്ട് മറ്റൊരാൾക്കാണ് കിട്ടുന്നെങ്കിൽ അയാളാണ് ജയിക്കുക. അതുപോലെ ഇവിടെ ബേസിക് സൊല്യൂഷനിൽ H+ അയോൺസ് ഉണ്ട്. കോൺസെൻട്രേഷൻ ഈ OH- അയോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവും OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. അപ്പോൾ ബേസിക് സൊല്യൂഷൻ ആണ് എന്നതുകൊണ്ട് H+ അയോൺ ഇല്ല എന്നൊരർത്ഥം ഇല്ല. ഓർത്ത് നോക്കുക, ബേസിക് സൊല്യൂഷനകത്തും H+ അയോൺസ് ഉണ്ടാവാം, ഉണ്ട്. ഈ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവും മെജോറിറ്റി OH- അയോൺസ് ആയിരിക്കും. അപ്പൊ അതിനായിരിക്കും അവിടെ പ്രാധാന്യം കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് OH- അയോൺ ദാറ്റ് മേക്സ് ദ സൊല്യൂഷൻ ബേസിക്. H+ അയോൺസ് ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ OH- അയോൺസ് ഉള്ളതുകൊണ്ട് അവിടെ പ്രാധാന്യം കിട്ടുക OH- അയോൺസിനായിരിക്കും. അതുകൊണ്ട് ആ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. അണ്ടർ വാട്ട് സോയിൽ കണ്ടീഷൻ ഡു യു think a farmer would treat the soil of his fields with quicklime, calcium oxide, or slaked lime, calcium hydroxide, or chalk, calcium carbonate? Under what soil condition do you think? Under what soil condition do you think a farmer would treat the soil of his field with quicklime or slaked lime or chalk? ഏത് അവസ്ഥയിലായിരിക്കും? ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് ഇതൊന്നും ആസിഡ് അല്ല, ഇതെല്ലാം ബേസിക് സ്വഭാവമുള്ള സാധനങ്ങളാണ്. അപ്പോൾ മണ്ണിന് കൃത്യമായ നല്ല സോയിൽ കണ്ടീഷൻ വരണമെങ്കിൽ അതിന്റെ pH വാല്യൂ ബാലൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ pH ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു ഫാർമർ അവിടെ ഈ ബേസിക് ആയിട്ടുള്ള സാധനം, ബേസിറ്റി കൂടുതലുള്ള സാധനങ്ങൾ ചേർക്കണമെങ്കിൽ ആ മണ്ണ് അസിഡിക് ആയിരിക്കും. അപ്പൊ അതിന്റെ അസിഡിറ്റി മാറ്റാൻ വേണ്ടി ആയിരിക്കണം നോർമൽ ബുദ്ധിയിൽ ചിന്തിച്ചാൽ. ഇതിലത് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ മണ്ണിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്നതിന് കാരണം അവിടുത്തെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ദ സോയിൽ ഈസ് അസിഡിക് ആൻഡ് ഇംപ്രോപ്പർ ഫോർ കൾട്ടിവേഷൻ. സോയിൽ ഈസ് അസിഡിക്, അസിഡിക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അസിഡിക് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുന്നത്, അതിന്റെ ബാലൻസ് ചെയ്യാൻ, അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ദ സോയിൽ ഈസ് അസിഡിക് ആൻഡ് ഇംപ്രോപ്പർ ഫോർ കൾട്ടിവേഷൻ. ആ ഒരു അവസ്ഥയിൽ ദെൻ ടു ഇൻക്രീസ് ദ ബേസിസിറ്റി ഓഫ് സോയിൽ, അതായത് അസിഡിറ്റി കുറയ്ക്കണം. സോയിൽ അസിഡിക് ആണെങ്കിൽ അസിഡിറ്റി കുറച്ചിട്ട് അതിന്റെ ബേസിസിറ്റി കൂട്ടണം. ദ ഫാർമർ വുഡ് ട്രീറ്റ് ദ സോയിൽ വിത്ത് ക്വിക്ലൈം ഓർ സ്ലേക്കഡ് ലൈം ഓർ ചോക്ക്. ഇത് അവിടെ മണ്ണിൽ ചേർക്കുമ്പോൾ അസിഡിറ്റി കുറയുന്നു, ബേസിസിറ്റി കൂട്ടുകയും വേണം. അപ്പോൾ ആ കൾട്ടിവേഷൻ ഏതാണോ കൃഷി അതിന് അനുയോജ്യമായ pH വാല്യൂ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് മണ്ണിൽ സ്വാഭാവികമായിട്ട് അസിഡിറ്റി കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കണം, ബേസിസിറ്റി കൂട്ടുകയും വേണം. ആ കൃഷിക്ക് അനുയോജ്യമായ pH വാല്യൂ ഏതാണോ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനുവേണ്ടിയാണ് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയ സാധനങ്ങൾ മണ്ണിൽ ചേർക്കുന്നത്.